ചേച്ചി, അമ്പലത്തിന് ലോക്ക്ഡൌൺ ആണെന്നാ തോന്നുന്നത്. അപ്പൊ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. പപ്പയ്ക്ക് ബിലേറ്റഡ് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാന്നേ. ഇല്ലല്ല, ഗിഫ്റ്റ് ഇന്ന് തന്നെ കൊടുക്കണം. എന്റെ കൂടെ വന്നേ. നിക്ക്, ആർക്കും അകത്തേക്ക് പോകാൻ പറ്റില്ല. ചേച്ചി എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നമ്മള് നടന്നല്ലല്ലോ വന്നത്, സൈക്കിളിലല്ലേ. നമുക്ക് സൈക്കിളിൽ തിരിച്ചു പോന്നേ. സൈക്കിളിലല്ല, കുട്ടിയാനയില്. എന്ത്? അങ്ങോട്ട് നോക്കി, അതാണ് നമുക്ക് അകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ്. ദുർഗാദേവി, ദേവി ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ പൂർവികരുടെ തന്നെ കുലദൈവമാണ്. നാളെ ഞാൻ വീർഗറിന്റെ പുതിയ മഹാരാജാവിനെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എന്റെ മകനായ പൃഥ്വിയാണത്. ഞാൻ കൊടുത്ത സത്യം കാരണം ഞാൻ വളരെ ആശങ്കയിലാണുള്ളത്. എന്റെ മനസ്സാകെ വിഷമത്തിലാണ്. എന്നെ സഹായിക്കണേ ദേവി. ഇപ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ അതോ തെറ്റാണോ എന്ന് ഞാൻ അറിയുന്നതിനായി എനിക്ക് ഒരു സൂചന തരണേ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഇവിടെ നിന്ന് നീയാണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് അവിക്. നീ എങ്ങനെയെങ്കിലും മഹാറാണിയുടെ മനസ്സിൽ കയറി പറ്റണം. കേട്ടല്ലോ? നമ്മുടെ പപ്പയ്ക്ക് നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് പുതിയ ജീവിതം കൊടുക്കാൻ പോകുന്നത്. ചേച്ചി എന്തിനാ ടെൻഷൻ നീ അടിക്കുന്നത്? ഒരു ചോദ്യം ചോദിക്കണ്ട. നീ ചെന്ന് ആരാന്ന് കാണിച്ചു കൊടുക്ക. ചേച്ചി ഒന്നും വിഷമിക്കണ്ട. ദേ, ഈ ചേച്ചിയുടെ എന്നെ എല്ലാം നോക്കിക്കോളും. സ്റ്റോറും മുഴുവൻ വാരി വലിച്ചിട്ടിരിക്കുക. ഒരു സാധനം എടുത്തെടുത്ത് വെക്കില്ല പിള്ളേര്. രണ്ടെണ്ണം ഇങ്ങോട്ട് വരട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതെങ്ങനെ ഇവിടെ? മഹാരാജാവ് എന്നുവെച്ചാ മോൾ കേട്ടനെ കുറിച്ചുള്ള എല്ലാ സത്യവും മനസ്സിലായെന്ന് തോന്നുന്നു. ഇല്ല, ഇപ്പോഴാ മനസ്സിലായത് രണ്ടുപേരും കൂടി അമ്പലത്തിലേക്ക് പോകണമെന്ന് എന്തിനാ വാശി പിടിച്ചെന്ന്. ശരണും മഹാറാണിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് നല്ലതിനല്ലെന്ന് ഇവർക്ക് അറിഞ്ഞൂടല്ലോ. എന്റെ ഭഗവാനെ, ചിലപ്പോ വല്ല പ്രശ്നം ഉണ്ടായാലോ. ഞാൻ എങ്ങനെയാലും അവിടെ പോയേ പറ്റൂ. ശരണും മഹാറാണിയും തമ്മിൽ കണ്ടുമുട്ടാതിരിക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാനെന്നാ പപ്പയെ കോൾ ചെയ്യട്ടെ. പ്ലീസ് പപ്പ, ഇത്രയൊന്നും ചോദ്യങ്ങൾ ചോദിക്കല്ലേ. ഒന്ന് പെട്ടെന്ന് വാ. ഞങ്ങൾ ഇവിടെ മേട്ടുകടയിലുള്ള ദുർഗാദേവി ക്ഷേത്രത്തിലുണ്ട്. ഒന്ന് പെട്ടെന്ന് വാ പപ്പ. ഈ മണിയങ്ങനെ താഴെ വീണ റാണിഷ, റാണിഷ,
ദുർഗാദേവി, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പപ്പയുടെ എൻട്രി മാത്രം കറക്റ്റ് സമയത്തായാൽ മതിയായിരുന്നു. പ്ലീസ് പ്ലീസ്. നാളെ ഞാൻ വീർഗറിന്റെ പുതിയ മഹാരാജാവിന്റെ പേര് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നറിയാനാണ്. എനിക്ക് എന്തെങ്കിലും ഒരു സൂചന നൽകി എന്നെ സഹായിക്കണേ. ദേവി മഹാമായി, ദേവിയുടെ സൂചന എനിക്ക് മനസ്സിലായിരിക്കുന്നു. ഒരുപക്ഷെ പൃഥ്വി അല്ലെങ്കിൽ വേറെ ആരാണത്? ഈ കഥയില് പകുതി സത്യമാണ്, പകുതി നുണയാണ്. ഒരു രാജ്യത്ത് ഒരു റാണി ഉണ്ടായിരുന്നു. അവരുടെ സിംഹാസനം എത്ര വലുതാണോ അതിനേക്കാളും വലുതാണ് അവരുടെ മനസ്സ്. അവരുടെ മുഖത്ത് ആത്മവിശ്വാസമുണ്ട്, കണ്ണുകളിൽ ധീരതയുടെ തിളക്കമുണ്ട്. ചില സമയത്ത് തീനാളവും, ചില സമയത്ത് മെഴുകും, ചില സമയത്ത് കല്ലുമായിരുന്നു. സ്നേഹം, ത്യാഗം, കടമ, ധീരത ഇതായിരുന്നു അവരുടെ അടയാളം. ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ധൈര്യത്തോടെ നിൽക്കുന്നതാണ് ധീരത. കാറ്റിന്റെ ദിശ പോലും മാറ്റുന്നതിന്റെ പേരാണ് ധീരത. ബലഹീനരായ ആളുകളെ മുട്ടുകുത്തിപ്പിക്കുന്നത് ധീരതയല്ല. താഴെ വീണെടുക്കുന്നവരെ കൈപിടിച്ച് ഉയർത്തുന്നതാണ് യഥാർത്ഥ ധീരത. പറഞ്ഞാലും മനുഷ്യരല്ലേ, മനുഷ്യർ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കും. പക്ഷേ നമ്മൾ സത്യസന്ധരായി ജീവിച്ചാൽ ഒരിക്കലും തളരില്ല. മോനെ, കുങ്കുമപ്പൂ പ്രസാദം. എനിക്കോ? പക്ഷേ അമ്മായി, ഇത് നിങ്ങള് ആർക്കും അങ്ങനെ കൊടുക്കാറില്ലല്ലോ. കാരണം എല്ലാവർക്കും ഇതിനുള്ള അർഹതയില്ല മോനെ. ഇത് അത്ര പെട്ടെന്ന് കിട്ടുന്ന ഒന്നല്ല. ഇത് നമ്മളെ സമ്പാദിക്കണം. ദാ മോനെ. മോനെ, ഈ കവിത നീ ആരുടെ അടുത്തുനിന്നാ പഠിച്ചത്? എന്റെ പപ്പ പഠിപ്പിച്ചതാ. മോന്റെ അച്ഛനാരാ? ദേ അങ്ങോട്ട് നോക്കിയേ, അതാ എന്റെ പപ്പ. ദുർഗാദേവി, എന്റെ പപ്പയ്ക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇപ്പൊ തിരിച്ചു ലഭിക്കണം. എന്റെ പപ്പയെയും മഹാറാണിയെയും ഇനി എന്നത്തേക്കുമായി തിരിച്ചൊരുമിപ്പിക്കണേ.
കുങ്കുമപ്പൂവിന്റെ പ്രസാദമോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങാനായിട്ട് എത്ര വർഷമായിട്ട് ഞാൻ കാത്തിരിക്കുന്നു എന്നറിയാമോ? ചേച്ചി എനിക്ക് എന്തിനാ കരച്ചിൽ വരുന്നേ? കാരണം ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ചയാണ്. കുറെ വർഷം മുമ്പ് പകുതിയിൽ അവസാനിച്ച കഥ ഇതാ ഇപ്പൊ വീണ്ടും തുടങ്ങുകയാണ്. നീ നോക്കിക്കോ, രണ്ടുപേരും മുഖാമുഖം നോക്കി നിൽക്കും. സന്തോഷം കൊണ്ട് ഒന്നും സംസാരിക്കില്ല. അപ്പോഴേ മഹാറാണി അവരുടെ ഇടത് കൈ നീട്ടു. എന്നിട്ട് വലത് കയ്യിലുള്ള ബോക്സ് ഇടത് കൈയിലോട്ട് വെച്ച് പതുക്കെ ആ ബോക്സിന്റെ അടപ്പ് തുറക്കും. അപ്പൊ നമ്മുടെ പപ്പയുടെ ശ്രദ്ധ മുഴുവനും ആ ബോക്സിനകത്തുള്ള കുങ്കുമപ്പൂവിൽ തന്നെയായിരിക്കും. എന്നിട്ടിപ്പോ റാണി അതിൽ നിന്ന് ഒരു ഇതളെടുത്ത് നമ്മുടെ പപ്പയുടെ വായിലോട്ട് വെക്കും. അതിനുവേണ്ടി ഒരു പൂ കയ്യിലെടുക്കും.